നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ മനുഷ്യബുദ്ധിക്ക് എത്ര ആലോചിച്ചാലും ഒതുങ്ങി കിട്ടാത്ത ഒരു മഹാ അത്ഭുതത്തെക്കുറിച്ചാണ്. കടൽ എന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച്. നമ്മൾ സാധാരണ ബീച്ചിൽ പോയി തിരമാലകളെ നോക്കിക്കാണുന്ന ആ കാഴ്ചയല്ല യഥാർത്ഥ കടൽ. ആ ജലപ്പരപ്പിന് താഴെ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ മടങ്ങ് വലിയൊരു ലോകം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കടലിലെ ആ വെള്ളത്തിന്റെ അളവ് പോലും നമ്മുടെ ബുദ്ധിക്ക് ആലോചിച്ച് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ നീലപ്പരപ്പിന് താഴെ കിലോമീറ്ററുകൾ ആഴത്തിൽ ചെന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തകർന്നുപോയ കൂറ്റൻ കപ്പലുകൾ ഇന്നും ആ ആഴക്കടലിലെ ഇരുട്ടിൽ കിടപ്പുണ്ട്. ആ കപ്പലുകൾക്കൊപ്പം തന്നെ ആഴിയുടെ തണുപ്പിൽ മരവിച്ചുപോയ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും ഒരു നിഗൂഢമായ ചരിത്രം പോലെ അവിടെ അവശേഷിക്കുന്നു. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആ താഴ്ന്ന തട്ടുകൾ ഒരു അദ്ഭുത ലോകമാണ്. അവിടെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ കണ്ടാൽ നമ്മൾ അമ്പരന്നുപോകും. സാധാരണ നമ്മൾ കാണുന്ന മീനുകളല്ല അവിടെയുള്ളത്. മനുഷ്യന്റെ മുഖത്തിന് സമാനമായ രൂപമുള്ള വിചിത്രമായ മത്സ്യങ്ങൾ ആ ആഴങ്ങളിൽ വസിക്കുന്നുണ്ട്. അവയുടെ രൂപം കണ്ടാൽ ഒരുപക്ഷേ നമ്മൾ ഭയന്നുപോയേക്കാം. അതുപോലെ തന്നെ ഭീമാകാരമായ നീരാളികൾ. നമ്മൾ സിനിമകളിൽ കാണുന്നതിനേക്കാൾ വലിപ്പമുള്ള, കിലോമീറ്ററുകൾ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരന്മാരായ നീരാളികൾ അവിടെയുണ്ട്. അവയുടെ നീളൻ കൈകളും രൂപവും ആഴക്കടലിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. സൂര്യപ്രകാശം പോലും കടന്നുചെല്ലാത്ത ഈ ആഴക്കാടുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളുള്ള അലങ്കാര മത്സ്യങ്ങളും, പ്രകൃതിയുടെ വലിയൊരു വിസ്മയം പോലെ വിചിത്രരൂപികളായ ജലജീവികളും സ്വൈര്യമായി വിഹരിക്കുന്നു. മനുഷ്യർക്ക് നേരിട്ട് കാണാൻ പോലും സാധിക്കാത്ത അത്രയും വിസ്മയങ്ങളാണ് ഈ കടൽ തന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ഈ മഹാത്ഭുതങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരരാണെന്ന് തോന്നിപ്പോകും. ഈ അത്ഭുതകരമായ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻവിസിബിൾ യൂണിവേഴ്സ് എന്ന ചാനലിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ആവശ്യമാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.